ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നും. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരാളുടെ ജീവൻ അയാൾ ഒന്നും അറിയാതെ റോഡിൽ കൂടി വാഹനം ഓടിച്ചു പോയതാണ്. ഇത് ആക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഈ നിർമ്മാണ കമ്പനിയുടെ പിഴവിന് അയാളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ. എത്രയോ മനുഷ്യർ ഈ ആക്സിഡന്റിൽ നിരന്തരം പെടുന്നു ഈ റോഡിന്റെ ശോച്യാവസ്ഥ കാരണം. താങ്കൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ, നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് മരിച്ച കുടുംബത്തിന് എന്റെ അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്റെ അനുശോചനം അറിയിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇതിന്റെ അകത്തൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, നാഷണൽ ഹൈവേ ഒരു ജോബ് കൊടുത്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഹൈവേക്ക് കൊടുക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അതിന്റെ കംപ്ലീറ്റ് റിവ്യൂ മീറ്റിംഗും അതിന്റെ ഇംപ്ലിമെന്റേഷൻ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്, അത് നാഷണൽ ഗവൺമെന്റ് അല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോപ്പറായിട്ട് ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഈ പ്രീകാസ്റ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് വെക്കുമായിരുന്നെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. ഇന്ന് നമ്മൾ ഈ ഇത്ര കിലോമീറ്ററിൽ പ്രീകാസ്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണമെന്നും പറഞ്ഞ് അത്യാവശ്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആംബുലൻസ് വേണം, പോലീസ് വേണം, ലൈറ്റിംഗ് വേണം. ഇതെല്ലാം മുൻകൂട്ടി ചെയ്യേണ്ട ചുമതലയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അപ്പൊ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റിനല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട്, അത് ഉറപ്പാക്കിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ചുമതല വരുന്നത് അവരുടെ അല്ല, അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചുമതല തന്നെയാണ്. പക്ഷേ സംസ്ഥാനത്തിന് കൂടി അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഈ റിവ്യൂ ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് അത്രയും അത്യാവശ്യം അവർ കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ കിരൺ? അത് ശരിയാണ്, കൃത്യമായി ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു നിർമ്മാണം നടക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്, ജനങ്ങൾക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാനുള്ള അവരുടെ അവകാശം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുമുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. കിരൺ, ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു അവിടെ, ഒരു പോലീസ് ഉണ്ടായിരുന്നു അവിടെ, ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ സ്റ്റേറ്റ് നാഷണൽ ഹൈവേ ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ, രാത്രി വർക്ക് ചെയ്യുമ്പോൾ ഞാനും കിരണും ഒക്കെ എത്രയോ പ്രാവശ്യം ആ റോഡിൽ കൂടെ നമ്മൾ കാർ കൊണ്ട് പോകുന്നവർ, നമുക്കിപ്പോൾ പോകാൻ പറ്റുമോ? നമ്മൾ ട്രെയിനിലല്ലേ ഇപ്പൊ എറണാകുളം വരെ യാത്ര ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ ആ റോഡിൽ കൂടെ പോവും? നമ്മുടെ ജീവൻ തന്നെ നമുക്ക് സുരക്ഷിതമില്ല. കാര്യം ഇടുങ്ങിയ വഴി. എന്ത് ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് റോഡ്സ് എന്ത് ചെയ്യുന്നേ? ഈ റോഡ് ഈ പണി തുടങ്ങുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയണം, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോഡ് ഉണ്ടാക്കിയിട്ട് പണിഞ്ഞാൽ മതി. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത്രയും പറയാനുള്ള ചങ്കൂറ്റി ഗവൺമെന്റ് കാണിക്കണ്ടേ? ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റൻ ചങ്കൂറ്റുമായിട്ട് പറയണം, നിങ്ങൾ എറണാകുളം മുതൽ ആലപ്പുഴ വരെ, അല്ലെ എറണാകുളം വരെ, ചേർത്തല വരെ ആദ്യം നിങ്ങൾ ബൈ റൂട്ട് ഉണ്ടാക്കുക, നിങ്ങൾ പ്രോപ്പർ റോഡ് ഉണ്ടാക്കുക, വണ്ടി തിരിച്ചുവിട്. അത് ചെയ്യാൻ അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ്, നിതിൻ ഗഡ്കരി അതിന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ക്യാപ്റ്റന്റെ മരുമകനും കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യാതിരുന്നിട്ട് അവസാനം ഇപ്പൊ പാവം പിടിച്ച മരിച്ചു കഴിഞ്ഞപ്പോൾ. മാത്യു, നമ്മൾ ഒരു മരുമകൻ എന്നത് ഒരു പ്രയോഗം, അത് ശരിയല്ല. നമ്മള് ഒരു മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ പറയാം. അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നതിന്റെ പേരിൽ, ബന്ധത്തിന്റെ പേരിലല്ലോ മുഹമ്മദ് റിയാസ് മത്സരിച്ചത് മന്ത്രിയായത് തോന്നുന്നു. പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ താങ്കൾക്ക് പറയാം, അതിന് യാതൊരു തടസ്സവും. അതെ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അല്ലേ ഇത്? ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവരുടെ ആൾക്കാരെ പറഞ്ഞ് ഏൽപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യാതിരുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് റോഡായിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മൾ ഒരു 40 പേരെ മരിച്ചിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നും മരണമാ. ആ റോഡ് കൂടെ പോയാൽ മരണം ഉറപ്പാണ്. ഇനി മരണം വേണ്ട. കിരണാണ് വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് ഒന്ന് ഓടിച്ച് എന്റെ കൂടെ 4 ആക്സിഡന്റ് നമ്മുടെ വണ്ടി വരച്ചോണ്ട് പോകും. ആ വണ്ടി ഉറയ്ക്കാതെ നമുക്ക് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഉറപ്പാ. ശരിയാണ്, താങ്കൾ പറഞ്ഞത്. അത്രത്തോളം ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ ഈ ദേശീയപാത നിൽക്കുന്നത്. ദേശീയപാതയ്ക്ക് ബദൽ റോഡ് കൃത്യമായി ഒരുക്കി തന്നെ വേണം. ഒരു ബദൽ റോഡ് 1 കിലോമീറ്റർ ഒരുക്കുന്നതിന് 2-3 കോടിയാവും. അവിടെ ഒരുക്കാതിരുന്നാൽ ആ പണം കരാറുകാരന് കിട്ടും. ആ കരാറുകാരൻ ആ പണം വെട്ടിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് നാഷണൽ ഹൈവേ അതോറിറ്റി ആയാലും അതിനെ കാണിച്ചല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തിയാലും അതിനെ തിരുത്തേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും ആ തരത്തിലേക്കുള്ള തിരുത്തലുകൾ ഉണ്ടാവുന്നില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ശ്രീ മുഹമ്മദ്